ഇന്ന് നമ്മളൊരു ഡെക്കറേഷനാണ് ചെയ്യാൻ പോണത് കേട്ടോ. അതിതേ വേണ്ട സാധനങ്ങളാണ്: ചാർട്ട്, പെൻസില്, കത്രിക, ഇപ്പം 2 പേപ്പർ, ഒരു പേപ്പർ വട്ടവും ഒരു പേപ്പർ നീളത്തിലും വെച്ചു. അതിനുശേഷം നമ്മൾ സൈഡ് കിട്ടുമെന്ന് നോക്കുകയാണ്. മരത്തിൻ്റെ ഒരു മരമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അത് നമ്മൾ കൂട്ടി വെച്ചു. ഒരു സൈഡ് വെട്ടി വരച്ച്, പെൻസിലും കൊണ്ട് വരച്ച് നമ്മൾ കത്രികയ്ക്ക് നമ്മൾ വെട്ടി. ചെറുതായിട്ട് വന്ന് കുറച്ചുകൂടെ ഷേപ്പാക്കാനുണ്ടെന്ന് തോന്നി. അവിടെ ഒന്നും കൂടെ കട്ട് ചെയ്ത് കളഞ്ഞു. എന്നിട്ട് നമ്മൾ മരത്തിൻ്റെ കമ്പുണ്ടാക്കാൻ വേണ്ടിയിട്ട് അത് വെട്ടിയ പീസിൽ നിന്ന് ഒരു പീസ് എടുത്ത് സൈഡ് ചേർത്ത് ഒരു വശം നമ്മൾ വളച്ച് നമ്മൾ വരച്ചു. ആ ഒരു കമ്പുണ്ടാക്കാൻ വേണ്ടിയിട്ട് ആ സൈഡിൽ അത് കത്രിക കൊണ്ട് നമ്മൾ വെട്ടിയെടുത്ത് നമ്മളത് പീസ് അതോടെ വെച്ച് നമ്മൾ പൊട്ടിച്ചു. അപ്പം ഒരു മരത്തിൻ്റെ ഒരു സൈഡിൽ ഒരു കമ്പായി. ഇനി നമ്മൾ പശ വെച്ച് അതിൻ്റെ മുകളിൽ കുറച്ചും കൂടെ ലെങ്ത്ത് വേണം. അതുപോലെ ബ്രൗൺ പേപ്പർ എടുത്ത് വെട്ടി ഒപ്പിച്ച് നമുക്ക് ഇത്രയും ലെങ്ത്ത് കിട്ടും. അതിനകത്തേക്ക് നമ്മൾ ഒട്ടിച്ച് മൊത്തം പീസിലേക്ക് നമ്മൾ ശിഖരങ്ങൾ വരച്ച് മരത്തിൻ്റെ മുകൾ വശമാണ് വരച്ച് വെട്ടിയെടുക്കും. നമുക്ക് ഒരു കമ്പും കൂടെ കൊടുത്താൽ കൊള്ളാമെന്ന് എനിക്ക് തോന്നി. സൈഡിലൊന്ന് വെച്ച് കൊടുത്ത് ഷേപ്പ് നോക്കി വരച്ച് വെട്ടിയെടുത്ത് അവിടെ ഒട്ടിച്ചു. അതിനുശേഷം വെച്ച് നോക്കിയതിന് ശേഷം നമ്മളത് പശ വെച്ച് നമ്മൾ ഒട്ടിച്ചു. പിന്നെ നമുക്ക് വേണ്ടത് ഈ പ്ലേറ്റാണ്, ഡിസ്പോസിബിൾ പ്ലേറ്റ്. അതെടുത്തിട്ട് പച്ച കളറിലെ പേപ്പർ എടുത്തിട്ട് അത് വെച്ച് പെൻസിൽ കൊണ്ട് പച്ച കളറിലെ പേപ്പർ വട്ടം വരച്ച് അപ്പം നമുക്ക് ആ വലിപ്പത്തിൽ തന്നെയുള്ള പച്ച കളറിലെ പേപ്പർ ഇട്ടെന്ന് വരച്ചു. അതുകൊണ്ട് 2 എണ്ണം മടക്കി വെച്ചു. ആ ഒരു നീളത്തിലുള്ളൊരു ഷീറ്റാണെങ്കിൽ അത് 2ആയിട്ട് മടക്കി വെച്ചു. ഇപ്പോൾ ഒരു വശത്തെ വരച്ചിട്ടുള്ളൂ. അത് നമ്മൾ കത്രിക വെച്ച് ഇങ്ങനെ വെട്ടിയെടുക്കുമ്പോൾ നമുക്ക് 2 റൗണ്ട് കിട്ടും. അത് നമ്മൾ ആ പ്ലേറ്റിലേക്ക് പച്ച വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഒട്ടിച്ചു. ഇനി അതിൻ്റെ ഉള്ളിലാണ് നമ്മൾ ടീച്ചേഴ്സ് ഡേ സെലിബ്രേഷനാണ് നമ്മൾ ഡെക്കറേഷൻ ചെയ്യാൻ പോകണം കേട്ടോ, സ്റ്റേജ്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നമ്മൾ ഓരോ ടീച്ചേഴ്സിൻ്റെയും ഫോട്ടോ അത് ഇങ്ങനെ ഒട്ടിക്കാണ്. ഇത്രയും ഒട്ടിച്ചു. അപ്പോൾ അതൊക്കെ പിള്ളേരൊക്കെ വന്ന് ഹെൽപ്പ് ചെയ്ത് തരുന്നുണ്ട് കേട്ടോ എനിക്ക്. പ്ലേറ്റിൻ്റെ പുറത്തേക്കട കാണുന്ന റൗണ്ട് ഷേപ്പ് കഴിഞ്ഞിട്ടുള്ളതൊക്കെ ഒന്ന് വെട്ടിക്കളഞ്ഞു. എന്നിട്ട് ആ മരത്തുമ്പോൾ നമ്മളിതേ വീതിയുള്ള സൈഡ് ടേപ്പ് വെച്ച് കട്ട് ചെയ്ത് ഒട്ടിച്ചു. അപ്പോൾ അതിൻ്റെ ബാക്കിലെ പേപ്പർ ഇതിലൊക്കെ നീളത്തിൽ നമ്മൾ വീതി കുറഞ്ഞ ടേപ്പ് 2 എണ്ണം വെച്ച് ഒട്ടിച്ചു. എന്നിട്ട് മരം നമ്മളിത് സ്റ്റേജിലേക്ക് ഒട്ടിച്ചു. ഇനി നമ്മൾ ടീച്ചേഴ്സിനെ ഓരോരുത്തരെ പ്ലേറ്റിൽ ഒട്ടിച്ചത് മരത്തിൻ്റെ ഷേപ്പാക്കി വരച്ചൊട്ടിച്ചു. അങ്ങനെ നമ്മുടെ മരം ഫിനിഷായി. എങ്ങനെയുണ്ട്? ഉണ്ട് ഞാൻ ഒട്ടിച്ചിട്ടുണ്ട്. എവിടെയാന്ന് ഓർക്കണല്ലോ, ഞാൻ ഒട്ടിച്ചിട്ടുണ്ട്.
ഇതിനകത്ത് എന്നെ മനസ്സിലായോ? ഇതാണ് ഞാൻ. ഇപ്പൊ ദൂരേന്നുള്ള വ്യൂ. എന്നിട്ടില്ലേ സൈഡിലൊക്കെ കുറച്ച് പൂവൊക്കെ വെച്ച് ഒട്ടിച്ചിട്ടുണ്ട് കേട്ടോ, പൂവുണ്ടാക്കി.